എൻ്റെ പേര് ഷിഹാബുദ്ദീൻ. ഞാൻ തിരുവേഗപ്പുറം സ്വദേശിയാണ്. നമ്മളൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ വരുമ്പോൾ അവരിലേക്ക് ആ ഒരു ഉസ്താദിന്റെ ആ കോൺഫിഡൻസ് ആണ് എന്നെ ഇതിലെ നിലനിർത്തുന്നത്. ഒന്നും അറിയാതെ ഇന്നലെ പെട്ടെന്നാണ് എന്നോട് ഇങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് എത്തിയെന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് പ്രപഞ്ചനാഥന് നന്ദി പറയുന്നു. കാരണം എല്ലാ സുപ്രഭാതങ്ങളും വീണ്ടും വീണ്ടും മനോഹരമാക്കി തരുന്ന നമ്മുടെ പ്രപഞ്ചനാഥന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം നമ്മുടെ ലീഡേഴ്സിനും അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ വീണ്ടും നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മളിപ്പോ ഈ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളത് ഒരു പുതിയ ജൈത്രയാത്രയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം മീറ്റിങ്ങുകളാണ് നമ്മുടെ ഊർജം നൽകുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഇത് കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും അത്തരം ഒരു ഊർജം തനിയെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാനിപ്പോ വന്ന വഴികള് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഞാനും നിങ്ങളിൽ പലരും പോലെ ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഒരു ഗൾഫിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ട് പോയതല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ 26ാമത്തെ വയസ്സിലാണ് പാസ്പോർട്ട് എടുത്ത് അങ്ങനെ പോകുന്നു. ഏതായാലും അവിടെ ചെന്നിട്ട് അത് ആദ്യം ഒന്നും അത്ര ഒരു നല്ലൊരു കമ്പനി ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മാർത്ഥമായ വർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള കിട്ടേണ്ട അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യ കമ്പനിയിൽ നിന്ന് ഞാൻ പോന്നു. പിന്നെ ഞാൻ എത്തിപ്പെടുന്നത് ഒരു അമേരിക്കൻ കമ്പനിയിലായിരുന്നു. ഏറ്റവും നല്ല ഒരു അമേരിക്കൻ കമ്പനിയിൽ അത് നല്ല ശമ്പളത്തില് എനിക്ക് ക്വാളിഫിക്കേഷനുകൾ കൂടുതൽ ശമ്പളവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ കാരണം എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അത് ഞാൻ പറയുന്നില്ല, ഏതായാലും അത് വഴിയെ പറയാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ തിരിച്ചെത്തി. അങ്ങനെ എൻ്റെ സർവേ ഫീൽഡ്, അതായത് എൻ്റെ ഫാദർ ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഞാൻ സർവേ ഫീൽഡിൽ ഉപ്പാന്റെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടും മറ്റും പല ആധാരങ്ങൾ ചെക്ക് ചെയ്തിട്ടും മറ്റും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ എന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ സർവേ ഫീൽഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഉപ്പാക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ഓഫീസ് തുടങ്ങണമെന്ന്. ആ ആഗ്രഹത്തിനനുസരിച്ച് ഞാനും നിന്നു. ഇവിടെ ഒരു ഓഫീസ് തുറന്നു. അത് നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആധുനിക സർവേ ഉപകരണങ്ങളായ GPS, ടോട്ടൽ സ്റ്റേഷൻ എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് 10-15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ നിലനിന്നിരുന്നത്. ആ ഇടക്കാണ് ഒരു ദിവസം എൻ്റെ നാട്ടുകാർ തന്നെയായ ഷുഹൈബ് സാറും അയ്യൂബ് സാറും എന്നെ സമീപിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോ അത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് നാളെ വന്നാലും നേരിട്ട് പറയാമെന്ന് പറഞ്ഞു. എനിക്കറിയാം എന്തോ ഒരു ഉടായ്പ എന്നുള്ളതല്ല, എങ്കിലും അവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് എന്നോട് വരാൻ പറഞ്ഞു. ഞാനത് അവരുടെ ബൈക്കിൽ കയറുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കമ്പനിയുടെ പേര് ചോദിച്ചു. അതാണോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. ഇവിടെ ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നുമല്ല, ഇത് വേറെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചെന്നത് നമ്മുടെ ധാരാനുസ്താദായിരുന്നു അവിടെ അന്ന് ക്ലാസ് എടുക്കുന്നത്. ഞാൻ മനസ്സോടെ കേട്ടിരുന്നു. കാരണം ഞാൻ ചോദിച്ച കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ അളിയന്റെ ഭാര്യ, അവര് ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവായിട്ടായി വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് എന്നോട് പല പ്രാവശ്യവും ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ ചോദിച്ചതായിരുന്നു. അപ്പോ അതിനെപ്പറ്റി ഏകദേശം എനിക്ക് അറിവുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതാണോ എന്ന് ചോദിച്ചു. അപ്പോ അതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അത്തരം ഒരു കമ്പനി തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സോടെ പിന്നെ വൈകുന്നേരമായിരുന്നു, ഇങ്ങനെ കേട്ടിരുന്നു. ചോദിക്കുന്നതിനൊന്നും ഉസ്താദ് ചിരിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഞാൻ വലിയ ഗൗരവത്തിന് ഒന്നും മനസ്സൊന്നും തുറക്കാതെ ഇങ്ങനെ ഇരുന്ന് കേട്ടു. അങ്ങനെ തിരിച്ചു പോന്നു. പോരുമ്പോ എന്നോട് ID ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ തരാന്ന് പറഞ്ഞു. പോന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി, എന്താണ് ഇതിന്റെ സംഭവം എന്താണെന്നൊക്കെ നോക്കണല്ലോ. അങ്ങനെ നോക്കിയപ്പോ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എന്നെ അയ്യൂബ് സാറ് വിളിച്ചിട്ട് ആ ID ഒന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. അത് തന്നു. ഞാൻ അങ്ങനെ കൊടുത്തു. ID അടിച്ചിട്ടും അങ്ങനെ വലിയൊരു
സംഭവത്തിലേക്ക് വരാതെ നിലന്നു പോവുകയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഞാനൊരു കവചപ്രാശം എനിക്ക് തന്നു. അത് ഞാൻ വീട്ടിൽ കൊടുത്തു, കൂടാതെ ഉമ്മാക്കും കൊടുത്തു. അപ്പൊ ഉമ്മാക്ക് കുറച്ച് റിസൾട്ടുകളൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഉമ്മാക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മരുന്നുകളും ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് സ്പൈറലിന ഗോൾഡും പിന്നെ കാൽമുട്ട് വേദനക്ക് നോവേദന ജെല്ല്, നോവേദന ക്യാപ്സുകൾ, ഇത്തരം സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ജോലിയോടുകൂടി തന്നെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും അതിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു എൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറച്ച് നല്ല വ്യക്തിത്വങ്ങൾ വന്നപ്പോൾ നമുക്കും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറപ്പ് നൽകുന്നത്. ഏതായാലും ഇത്തരം ഒരു അവസരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് ഒരു ദിവസം എന്നെ കൊണ്ട് ഒപ്പം GTS പ്ലാൻ പ്രസന്റേഷൻ അവതരിപ്പിച്ചത്. ഇതേപോലെ പെട്ടെന്നായിരുന്നു. ഏതായാലും അത് അന്ന് ഞാൻ ഏറ്റെടുത്തു. അപ്പോ ആ ഒരു കോൺഫിഡൻസിന് വീണ്ടും ഉസ്താദിന് നന്ദി പറയാണ്. ഇപ്പോഴും വീണ്ടും നന്ദി പറയുന്നു. കാരണം ഈ ഒരു അവസരം നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇത്രത്തോളം വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഉസ്താദിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കമ്പനിയെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കമ്പനിയെ കുറിച്ച്, എന്താണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പൊ നമ്മൾ വന്ന് പലപ്പോഴും പലരും പല പുതിയ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി, നമ്മളെ ഈ ഫീൽഡിൽ മനസ്സിലാക്കി. അപ്പൊ നമ്മള് ഫീൽഡ് വർക്കാണ് മെയിൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഓഫീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ 4 ചുമരുകൾക്കുള്ളിലോ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ആൻസറും ഉത്തരവും ഒക്കെ പറയേണ്ടി വരുള്ളൂ. അവരോട് തന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇത് നമുക്കൊരു ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കേട്ടിട്ടുണ്ട്, നോ ഏരിയ, നോ ബോസ്, നോ മണി, നോ ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ ഒരു വിശാലമായ കൺസെപ്റ്റോട് കൂടി നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല ചോദ്യങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അത് കുടുംബത്തിൽ നിന്നാവാം, അയൽവാസികളിൽ നിന്നാവാം, പരലിൽ നിന്നാവും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് ഇറങ്ങുക എന്നുള്ളതാണ്. മറ്റുള്ളവയെല്ലാം എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടാണ് ഇറങ്ങാറ്. ഞാൻ ഇപ്പോൾ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു ഫീൽഡാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആദ്യമായിട്ട് നമ്മളെ കമ്പനിയെ കുറിച്ച് പഠിക്കണം. അപ്പോ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതിന്റെ ABCD അറിയാൻ നിനക്കെന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ആദ്യം പഠിക്കേണ്ടത് ABCD തന്നെയാണ്. അതായത് ABCD എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ബിലീഫ്, കമ്മിറ്റ്മെന്റ്, പിന്നെ ഡ്യൂപ്ലിക്കേഷൻ. അപ്പോ ഇത്തരം കാര്യങ്ങൾ എന്താണ്. അപ്പോ കമ്പനിയെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സംഭവത്തോട് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിന്റെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മുടെ ഓരോ വ്യക്തിത്തോടും ഓരോന്നിനോടും അടുപ്പിക്കുന്നത്. അപ്പോ ഇത്തരം ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ബിലീഫാണ്. അതായത് കമ്പനിയെ കുറിച്ചും പിന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ച്, ലീഡേഴ്സിനെ കുറിച്ച്, എല്ലാവരെയും കുറിച്ച് തീവ്രമായ ബിലീഫ്, അതായത് നമ്മൾ അവരെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാം ഇതിൽ പറയുമ്പോൾ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും പഠിക്കണം എന്ന് പറയാറുണ്ട്. അതിൽ 5ഉം 6ഉം കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരു ബിലീഫ് ഉണ്ട്. ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡങ്ങളാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വരുമ്പോൾ ബിലീഫ്, തീർച്ചയായിട്ടും കമ്പനിയെ കുറിച്ച് ബിലീഫ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഈ ജോലി മാത്രമല്ല, ഏത് ജോലിയോടും നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അതിപ്പോഴേ നമ്മൾ വിജയിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഉള്ളത് ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലീഡേഴ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് എന്ത് പറയുന്നു അത് അതുപോലെ അനുസരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ABCD എന്നുള്ളത് ആകമൊത്തത്തിൽ നമ്മൾ സംസാരിച്ചു മനസ്സിലായി. ഇനിയുള്ളത് ഇതുപോലെ ഏതൊരു ബിസിനസ്സിനും ഒരു 5 എലമെന്റ്സ് ഉണ്ട്.
എന്താണ് ആ ബിസിനസ് എന്നതിനെ കുറിച്ചോ അതിനെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു 5 എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ നേരത്തെ ABCD പറഞ്ഞത് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. എന്നാൽ ഇതെന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ അഭിരുചി. അഭിരുചി എന്ന് പറയുമ്പോൾ നമ്മളൊരു തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലിനോട് ഒരു അഭിരുചി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റും. അഭിരുചി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പല കോഴ്സുകൾക്കും ഇപ്പോ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഏത് ഫീൽഡ് ആണെങ്കിലും നമ്മളിപ്പോ ഒരു 12ാം വയസ്സ്, അതായത് +2 കഴിയുന്ന കുട്ടികൾക്ക് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. ആ കുട്ടി എങ്ങനെയാണ്, അവരുടെ മനസ്സിൽ എന്താണ് ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. എന്നിട്ടാണ് ആ ഫീൽഡിലേക്ക് പാരന്റ്സ് അവരെ കൊണ്ടുപോയി വിടുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പല കരിയർ ഗൈഡൻസുകളും നടത്തുന്നുണ്ട്. അപ്പോ അവര് അത് പഠിച്ചതിന് ശേഷമാണ് ആ ഇതിലേക്ക് അതേ അഭിരുചിക്ക് അനുസരിച്ച് വിടുമ്പോൾ മാത്രമാണ് അവര് അത് വിജയിക്കുക. ഇവിടെ നമ്മൾ വന്നുപെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് ഉണ്ടാക്കണം. അഭിരുചി നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് വരാത്തത് കൊണ്ട്, ചിലപ്പോൾ അഭിരുചിക്ക് അനുസരിച്ച് ആയിരിക്കില്ല. അപ്പൊ അതിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയാലേ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ആ എലമെന്റ്സിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് അഭിരുചി, അത് മാറിയാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം വ്യത്യാസപ്പെടും. പിന്നുള്ളത് ഇൻട്രസ്റ്റ് ആണ്. ഈ അഭിരുചി ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യാസം വെച്ചാൽ, ഇൻട്രസ്റ്റ് നമ്മളെ എന്തൊരു കാര്യത്തിനോടും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇറങ്ങിയാൽ മാത്രമേ വിജയിക്കുള്ളൂ. അപ്പോ പുതിയൊരു മേഖല ആയതുകൊണ്ട് ഇപ്പൊ വീണ്ടും പറയാണ്, വന്നുപെടലുകളിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ അതിനോട് ആ ഇൻട്രസ്റ്റോട് കൂടി വർക്ക് ചെയ്യണം. അപ്പോ ലീഡേഴ്സിന്റെ വാക്കുകളും മറ്റുള്ളവരുടെ വാക്കുകളും സ്വീകരിച്ചുകൊണ്ട് ഇൻട്രസ്റ്റോട് കൂടി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ വിജയിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. അതുപോലെയാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ഈ കമ്പനിയിൽ കാരണം ഞാൻ ആദ്യം പറഞ്ഞു, പല വ്യക്തിത്വങ്ങളോടും കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ആദ്യം കീപ്പ് ചെയ്യണം. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ RTPയിലും പല ക്ലാസ്സുകളിലൂടെയും മറ്റ് നമ്മുടെ ലീഡർമാര് ബെന്നിസാർ പോലുള്ളവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആര് എന്നുള്ളതാണ് ആദ്യം കാണുന്ന പ്രൊഡക്റ്റുകളുടെ. നമ്മൾ പ്രൊഡക്റ്റ് എത്ര വലുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏതൊരു പുതിയ വ്യക്തികളും നോക്കുന്നത്. ആ വ്യക്തി, ഈ വരുന്ന വ്യക്തികളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്. ചിലപ്പോൾ അറിയുന്നവരാണെങ്കിൽ നാട്ടിലുള്ള പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ആ വ്യക്തിയെ സമീപിക്കാം. നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയി പുതിയ ആളെ കാണുമ്പോൾ ആദ്യ കാഴ്ചയിൽ കാണുന്നതും അവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് പലതരത്തിലും പെരുമാറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ ആ ഡീലിങ്ങിനനുസരിച്ച് ആ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കമ്പനിയിൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇപ്പോ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, പിന്നെ പേഴ്സണാലിറ്റി, പിന്നെ ഉള്ളതാണ് വാല്യൂസ്. നമ്മുടെ പ്രവർത്തികൾക്കുള്ള വാല്യൂസ് കൊടുക്കണം. അതായത് നമ്മൾ ആരെയാണ് കാണുന്നത് അവർക്ക് മാനിക്കുമ്പോഴാണ് അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോഴാണ് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ വാല്യൂവിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ടാവും. മാർക്കറ്റ് വാല്യൂ എന്ന് പറയും ചിലർ പേഴ്സണൽ വാല്യൂ എന്ന് പറയും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ ഏറ്റവും ലാസ്റ്റത്തെയാണ് സ്കിൽസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് സ്കിൽസുകൾ പലർക്കും പലതരത്തിലുമാണ് സ്കിൽ ഉണ്ടാവുക. ഇവിടെ ഉള്ളത് മാനേജ്മെന്റ് എന്നുള്ള സ്കില്ലാണ് നമുക്ക് ആർജിച്ചെടുക്കേണ്ടത്. അത് മനഃപൂർവ്വം, അതായത് ഇപ്പൊ ഈ പറഞ്ഞ നാലെണ്ണത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് സ്കില്ല്. അപ്പോ സ്കില്ല് എന്തൊക്കെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ പുതുതായിട്ട് വന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്കില്ല് എന്തൊക്കെയാണെന്ന്, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരെ ഇതിലേക്ക് വരുത്താൻ നമ്മൾ എന്തൊക്കെ സ്കില്ലുകളാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പേരെ കണ്ടു, സംസാരിച്ചു, അവരിങ്ങോട്ട് വരുന്നില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് അതിലെന്താണ് കുറവ്, എന്തുകൊണ്ടായിരിക്കാം നമ്മൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നല്ല പ്രൊഡക്റ്റ് ആണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എന്നിട്ടും അവർ വരുന്നില്ല എങ്കിൽ
നമ്മൾ പറഞ്ഞതിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്കില്ല് മനസ്സിലാക്കിയാൽ മാത്രമേ അത് കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ട്. സ്കിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിലനിർത്തുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വാക്കുകൾ മാത്രമല്ല, നമ്മൾ മറ്റുള്ള അവര് സംസാരിക്കുന്നതിനനുസരിച്ച് കേൾക്കുക. അതേപോലെ തന്നെ ലിസണിങ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും. അതായത് ചിലപ്പോൾ നമുക്ക് ആദ്യം പ്രയോഗിക്കേണ്ടത് ലിസണിങ് സ്കില്ലായിരിക്കും. നമ്മൾ ചെന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ വളരെ പെട്ടെന്ന് പലതും പറഞ്ഞു കഴിയും. അപ്പോൾ അത് കേൾക്കാതെ നമ്മൾ നല്ല പ്രൊഡക്റ്റാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറയാതെ അവർക്ക് കേൾക്കാനുള്ളത് പറയാനുള്ളത് ഒന്നും കേൾക്കാനുള്ള ഏറ്റവും വലിയ സ്കില്ലാണ് കേൾവി എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്കില്ല്. അതോടൊപ്പമാണ് നിലനിൽക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനും എല്ലാം ക്ലിയർ ആയി വരുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഏകദേശം ഇത്തരം കാര്യങ്ങൾ സ്വായത്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വരുമ്പോഴാണ് നമ്മൾ ഗോൾ സെറ്റിംഗിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എന്തിന് ചെയ്യുന്നു ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോ അതിങ്ങനെ വരുന്ന സമയത്താണ് നമ്മളുടെ ഒരു 4 W സ്വീകരിക്കേണ്ടതുണ്ട്. വാട്ട്, വെന്, വേർ, വൈ. വാട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും വാട്ട് എന്ന് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. വാട്ട് എന്താണ്, കമ്പനി എന്താണ്, പ്രൊഡക്റ്റ് എന്താണ്, നമ്മുടെ ലീഡേഴ്സ് എന്താണ്, ഏതാണ് എന്നതിനെ കുറിച്ച് നമ്മുടെ ധാരണയുണ്ടായാൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വാട്ട് എപ്പോഴും ചോദിക്കുക. വാട്ട്, ഒരു പ്രൊഡക്റ്റ് വന്നു. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി MD പറഞ്ഞതാണ്, ഒരു 2030 കൂടി 1000-ഓളം പ്രൊഡക്റ്റ് വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ അത് നമുക്ക് ഈ 2025-26 തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഇപ്പൊ 5ഓളം പ്രൊഡക്റ്റ് ഓർഡർ കുറെ നമ്മള് അതിനെക്കുറിച്ച് ഇനി പഠിക്കാലോ. പുതിയത് പഴയത് നമുക്ക് അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് വാട്ട്, എന്ത്, നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേർ, എവിടെയാണ് നമ്മളിത് കൊടുക്കാൻ പറ്റുന്നത്. ഒരു അസുഖമുള്ള വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ വേർ എന്നുള്ളതിന് അവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. വേർ, എവിടെ. അതേപോലെ വെൻ, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഒരു ഫീൽഡിൽ പോകുമ്പോൾ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ആളെ കാണുമ്പോൾ എന്ത്, എപ്പോൾ, എങ്ങനെ എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിൽ ധാരണ ഉണ്ടാക്കി മതി. ചില ചോദ്യങ്ങളെ ഒരു ഇൻഡ് മാർക്ക് ഇടുക, ചില അവിടെ പോകുമ്പോൾ ഇന്നതായിരിക്കാം എന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് മനസ്സിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് സംസാരിക്കാൻ കഴിയും. ലാസ്റ്റ് W ആണ് വൈ എന്നുള്ളത്. വൈ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട W. വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ട്. പണ്ട് നമ്മള് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇതിലൊക്കെ എന്തുകൊണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ ചോദിക്കണം അതേ ചോദ്യം, എന്തുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ എന്താണ് കാരണം എന്ന് നമ്മൾ 2-3 പ്രാവശ്യം അനലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് 2-3 വീടുകളിൽ കവർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉത്തരം കിട്ടും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വൈ എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡന്റ് മൈൻഡില് അല്ലെങ്കിൽ കർഷക മൈൻഡില് ഒക്കെ വർക്ക് ചെയ്യണം എന്നാണ് എല്ലാവരും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അതന്നെയാണ് വീണ്ടും പറയാനുള്ളത്. വൈ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾ സെറ്റിങ്ങിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വഴി സ്മൂത്ത് ആവുള്ളൂ. ഇപ്പൊ ബസ്സിലാണ് കയറി എങ്ങോട്ടെങ്കിലും പോയാൽ നമുക്ക് അറിയാൻ കഴിയില്ല എങ്ങോട്ടാ പോകേണ്ടത്. അതേ സമയത്ത് ഒരു ലക്ഷ്യബോധം, ഒരു ഇന്ന സ്ഥലത്ത് നമുക്ക് എത്തണം എന്നും അത് എങ്ങനെ എത്തണം, ആ സമയം കാര്യങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം എന്ന് വിചാരിച്ച് ബസ്സിൽ കയറിയാലും നമുക്ക് പോവാം, കാറിൽ പോവാം, എങ്ങനെയും പോവാം. പക്ഷെ നമുക്ക് അവിടെ ടൈം ഉണ്ടെങ്കിൽ, ഇന്ന് വൈകിട്ട് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചാടി നടന്ന് അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. നമുക്ക് ട്രെയിനാണ് അപ്പോൾ എളുപ്പമെങ്കിൽ ട്രെയിൻ അന്വേഷിക്കും, അത് വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ വേറെ പോയി അന്വേഷിക്കും. അപ്പോ എന്താണ് വേണ്ടത് എന്നുള്ളത് കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഓടാൻ. അങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ നമുക്ക് ഇവിടെ ഗോൾ സെറ്റിങ്ങിന്റെ പ്രാധാന്യം, ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു അതിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് വരാനുള്ള സമയം, കാലം എത്ര വേണം എന്ന് പറയാൻ, അതാണ് ഗോൾ സെറ്റിംഗ് എന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് ചോദിച്ചാല് അത് നമ്മൾ ഗോൾ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അവര് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഒരു സയന്റിഫിക് തിയറി ആണെന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഓരോ പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് അതിലേക്ക് എത്തുക എന്നുള്ളതിലുപരി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് മനസ്സ് ദൈവത്തോട്, നമ്മുടെ യൂണിവേഴ്സിനോടും കൂടി നമ്മുടെ മനസ്സും എല്ലാം കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ആ മാനിഫെസ്റ്റേഷൻ അവിടെ വിജയിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ ഏറ്റവും ഒരു കുറച്ച് മുന്നത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗലോ കൊയ്ലോ എന്നുള്ള എഴുത്തുകാരൻ നമ്മുടെ ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിലൂടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്തും ഇതിനും കൂടെ നിൽക്കാനും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ തത്വം നമുക്ക് ആൽക്കെമിസ്റ്റിലൂടെ നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ പലതും കേട്ടിട്ടുണ്ടാകും. അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങൾ, അതൊരു നമ്മൾ പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പല ടെക്നിക്കുകളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ണാടി നോക്കുക. കണ്ണാടി നോക്കിയിട്ട് അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുക, ഞാൻ ബെസ്റ്റാണ്, എനിക്ക് ദൈവം ഇത്ര കഴിവുകൾ തരും, അതോടുകൂടി നമുക്ക് തന്നു എന്നുള്ളത് കണക്കൂട്ടിയിട്ട് പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. ഞാനിപ്പോ ഇന്ന ലീഡറായിട്ട് ഞാൻ ഇന്ന പ്രസന്റേഷൻ ഇന്നതിനാണ് ഞാൻ പോകുന്നത് എന്നുള്ള തരത്തില് അത് നമുക്ക് കിട്ടി, അതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ കണ്ണാടി നോക്കി പൂർണ്ണമായി, അതായത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നോടൊപ്പം ഉണ്ട്, എല്ലാവരും എന്നോടൊപ്പം ഉണ്ട്, എനിക്ക് ആ കാര്യം കിട്ടി എന്നുള്ള തരത്തിൽ സംസാരിച്ചാൽ എത്രയും പെട്ടെന്ന് അത് കഴിയുമെന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് കൊണ്ട് പലരും അർത്ഥമാക്കുന്നത്. വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണെന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സംഭവങ്ങൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടി എന്നാണെന്ന് വിചാരിക്കുക. 1 ലക്ഷം കിട്ടണം എന്നുള്ള കണക്കിലാണെങ്കിൽ അവർ പറയുന്നത് 1 ലക്ഷം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾക്ക് പലപ്പോഴും ലോട്ടറി അടിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലോട്ടറി അതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യല്ല. ലോട്ടറി കിട്ടിയാൽ പലരുടെ കയ്യിലും ഇല്ല, നിൽക്കുന്നില്ല എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ലോട്ടറി കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇതുപോലെ നമുക്കൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്തത്, അത് കണ്ടിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് അത് കണ്ണാടിയുടെ മുന്നിലും മറ്റും നിന്ന് വിഷ്വലൈസ് ചെയ്ത് മനസ്സിന് ആഗ്രഹ സബലീകരണം നടത്തുമ്പോഴാണ് നമ്മളും ദൈവവും അല്ലെങ്കിൽ യൂണിവേഴ്സും തമ്മിലൊരു കണക്ഷൻ വന്നു കഴിഞ്ഞ് അത് സബലീകരിക്കുമെന്നാണ് പലരും. അതിനിപ്പോ ഒരുപാട് കോഴ്സുകളുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഒരു ഇത് തുറന്നു കഴിഞ്ഞാൽ പലതും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്വലൈസേഷന്റെ ഗുണങ്ങൾ, മാനിഫെസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നൊന്ന് പറയുന്നത് എഴുതി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ആ കാര്യങ്ങൾ എഴുതി വെച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ വിഷൻ ബോർഡ് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ഉണ്ട്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ കുറെ ഫോട്ടോസ്, നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഇനി വരുന്ന എന്താണെന്ന് ബോർഡിൽ എഴുതി വെച്ച് ഫോട്ടോ ഇട്ട് നിങ്ങൾക്ക്
എന്താണ് മെഡലുകളോ അല്ലെങ്കിൽ പൊന്നാടകൾ കിട്ടുന്നതായിട്ട് രൂപമാറ്റം, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ മാറ്റിയിട്ട് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് എന്നും വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടൈം ആണെന്നാണ് പറയുന്നത്. എങ്കിലും അത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഇത്തരം ടെക്നിക്കുകൾ പറയുന്നത്. പക്ഷെ എന്തായിരിക്കണം, നമ്മളുടെ മനസ്സിലുള്ള വൂണ്ടുകൾ ഹീല് ചെയ്തുകൊണ്ട് സമാധാനത്തോടു കൂടി നമുക്കൊരു കറ കളഞ്ഞ മനസ്സായിരിക്കണം. അതായത് നമ്മൾ അങ്ങനെയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ടെക്നിക്കുകളും ഉള്ള പലരും പറയുന്നത്. അതുപോലെ ഒരു ടെക്നിക്കാണ് അത്ര 55x5 എന്നാണ് പറയുന്നത്. അതായത് ആ സംഭവം നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം വളരെ ചുരുങ്ങിയ വേർഡുകളിൽ എഴുതിയിട്ട് അഞ്ച് ടൈമില് 5 വേർഡുകളിൽ എഴുതിയിട്ട് 55 ദിവസം 55 പ്രാവശ്യം ഓരോ പ്രാവശ്യം ബുക്കുകൾ എഴുതിയിട്ട് ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളിലാണ് മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗോളിൽ സെറ്റിലേക്ക് വന്നപ്പോഴാണ് മാനിഫെസ്റ്റേഷനിലേക്ക് വന്നത്. അങ്ങനെ ആവർത്തിച്ച് മനസ്സോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി അതാവും എന്നുള്ളതുകൊണ്ടാണ് വിജയം സംഭവിക്കുന്നത്. അല്ലാതെ എഴുതി വെച്ച നേരെ അങ്ങോട്ട് വരികയല്ല. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഇറങ്ങി കളിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഫുൾ ടൈം ചിന്തകളും മാറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് നമ്മളോടൊപ്പം നിൽക്കും. അപ്പോ കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ് നമ്മുടെ ബിസിനസ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഇത്തരം ടെക്നിക്കുകൾ കൂടി, അതായത് കാലഘട്ടത്തിന്റെ ടെക്നിക്കാണ് നമ്മൾ മാനിഫെസ്റ്റ് എന്ന് പണ്ട് കേട്ടിട്ടില്ല. അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഇവര് ഇങ്ങനെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ട്, അതിന്റെ അത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളാതെ നമ്മൾ കറക്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പൊ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ പോകണം, എങ്ങനെ ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ ചെയ്യാലെന്താ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവർ അങ്ങനെയാണ്, അവന് കാറുണ്ട്, അവനിത്, അതല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്താണ് ആവശ്യം. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇനി എന്ത് വേണം, നമ്മളെ കുട്ടികൾക്ക് എന്ത് വേണം എന്നതിനനുസരിച്ച് എനിക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. പലപ്പോഴും മറ്റുള്ളവരുടെ സൈറൻ കേട്ടിട്ടാണ് നമ്മൾ നമ്മുടെ വാച്ച് ക്ലിയർ ആക്കുന്നത്. നമുക്കറിയാം ആ സൈറൻ അടിക്കുന്നത് അദ്ദേഹത്തിന്റെ വാച്ചിന്റെ സൈറൻ ശേഷം അവിടെ സൈറൻ അടിക്കുന്നത്, അതല്ല വേണ്ടത്. നമ്മൾ ക്ലിയർ ആക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോ ഗോൾ സെറ്റ് ആവും, ശരിയാവും. അല്ലാതെ മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അനുസരിച്ച് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വ്യത്യാസം വരും. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ പറയും നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണെന്ന്. നമ്മുടെ ശത്രു നമ്മുടെ അല്ല. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതായത് എന്താണ് അറിവില്ലായ്മ? എന്തിനെ കുറിച്ചും നമുക്ക് നമ്മളുടെ ഫീൽഡ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിൽ നമുക്ക് അറിവുണ്ടാവുമായിരിക്കും, അതിന് ചിലപ്പോൾ നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പോ ഈ വരുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന വ്യക്തി അവരുടെ ഫീൽഡിലായിരിക്കണം അഗ്രഗണ്യൻ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റൂല. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അറിവില്ലായ്മ എന്തിനെ കുറിച്ചാണെന്ന് നമ്മൾ സ്വയം ബോധ്യം ഉണ്ടായിക്കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ തിരുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഇതിപ്പോ അറിവില്ലായ്മ നമ്മുടെ ഇതിൽ വരുമ്പോ തന്നെ നമുക്ക് പല അറിവില്ലായ്മകൾ ഉണ്ടാവും. കാരണം നമ്മൾ പുതിയ ഫീൽഡിലേക്ക് എത്തിയിട്ടാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ ഉള്ളത്, അത് ലീഡേഴ്സ് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുക. അതിന് സ്വീകരിച്ചിട്ടില്ലെങ്കിലും എന്തുകൊണ്ടായിരിക്കാം ലീഡർ എന്നോട് അത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അപ്പൊ പ്രതികരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ നോക്കി ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ലീഡർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമുക്കത് സ്വീകരിക്കാം. അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം അത് കണ്ടിട്ടായിരിക്കും ലീഡർ നമ്മളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് പറയാം. അപ്പൊ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോ ഒരാളെ കാണുമ്പോ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യണത്? സത്യത്തില് ബിസിനസ് ചെയ്യണത് നമ്മളെയും പറഞ്ഞു കല്യാണത്തിന് പോണ പോലെയാണ്. കല്യാണത്തിന് നമ്മൾ ഈ മഹർ കൊടുക്കലുണ്ടല്ലോ. മഹർ എങ്ങനെ കൊടുക്കാം? സാധാരണ മഹർ അവകാശമാണെന്ന് പറയും, എങ്കിലും നമ്മൾ അവകാശത്തിനനുസരിച്ച് കൊടുക്കണ്ടോ? നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ വാല്യൂക്ക് അനുസരിച്ചാണ് നമ്മൾ മഹർ കൊടുക്കുന്നത് എന്ന പോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മളെ വാല്യൂക്ക് അനുസരിച്ചോ ഒക്കെ കുറച്ചാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോ ഞാൻ പറയുന്നത് മഹർ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ
പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്. അപ്പൊ എന്തായാലും അപ്പൊ അതിന് വാല്യൂ വരും. നമ്മളൊക്കെ ഇതിനനുസരിച്ച് നമ്മൾ മാറി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ നമ്മൾ എടുക്കുക. ആ ഒരു കൺസെപ്റ്റിൽ എടുത്ത് നോക്കിയാല് നമ്മളെ ജീവിതമാണ് ഇപ്പൊ പറഞ്ഞ ജീവിതമാണ് നമ്മളെ ഈ കമ്പനി വരുന്നത്. അപ്പോ അതിനനുസരിച്ച് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മൂല്യങ്ങൾ കൂടി വരും. ഇപ്പൊ പണ്ട് നമ്മള് മാറി കൊടുത്ത പോലെ ആവില്ലല്ലോ. ഇപ്പൊ നമ്മൾ അവർക്ക് കൺസിഡർ ചെയ്യണില്ലേ, അതിന് മൂല്യം കൊടുക്കുന്നില്ല. ആ മൂല്യം നമ്മുടെ കല്യാണത്തിന് മാറി കൊടുക്കുമ്പോൾ തന്നെ കൂട്ടിയിട്ട് നമ്മൾ അത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആ ഇതിലേക്ക് വരും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നമ്മള് ലീഡറോ അല്ലെങ്കിൽ ജീവിതത്തില് ഇങ്ങനെ ഒരിക്കലും ഹെൽപ്പ് ചെയ്ത വ്യക്തികളെ മറക്കാതിരിക്കുക. അതിൽ ഏറ്റവും വലിയൊരു അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഏറ്റവും വലിയ സംഭവമാണ്. നമ്മളൊരു നിലയിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരെയോ നമ്മളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നവരെയോ ഒന്നും മറക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഏറ്റവും വലിയ ഇത് കിട്ടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ്. അതേപോലെ ഇപ്പൊ നമ്മള് ഒരു ജീവിതം എന്നുള്ളത് ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, അതായത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോ അവര് വാങ്ങിക്കുമ്പോ നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കാറുണ്ട് നമുക്കറിയാം. നമ്മളത് നല്ല വർണ്ണക്കട ഗ്ലാസുകളിൽ പൊതിഞ്ഞിട്ട് നമുക്ക് പേരെഴുതി അതില് റിബണ് കെട്ടി വളരെ വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അത്രയും ഒരു സൂക്ഷ്മതയോട് കൂടിയിട്ടാണ്, കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ആ ജീവിതത്തോട് ആ ഒരു ഇതിനോട് നമ്മൾ അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിതത്തോടെ കൊണ്ടു നടക്കാം. അപ്പൊ കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മുടെ ഈ ബിസിനസ്. ആ ബിസിനസ്സിനെ അതുപോലെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളത്. നമുക്കറിയാപ്പോ നമ്മൾ ഖുർആനിലൊക്കെ പറഞ്ഞ പോലെ നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് ഇവിടെ ഇല്ല, നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വേണ്ടി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് എവിടുന്നാണെങ്കിലും നിനക്ക് ലഭ്യമാകുമെന്നൊരു വാചകമുണ്ട്. അപ്പോ നമുക്ക് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ്സിൽ പല മേഖലകളിലും എത്രയും പെട്ടെന്ന് എത്തിപ്പെടും എന്നുള്ളതാണ് വാസ്തവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു. ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്ന് കണ്ടു. അത് ആത്മവിശ്വാസം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പണ്ട് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഉത്തോലകം തരൂ, ഞാൻ ഈ ഭൂമിയെ മറിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? ഉത്തോലകം എന്നുള്ള ഒരു സംഭവത്തെ മറിക്കാൻ നിങ്ങൾക്കൊരു സംഭവം കിട്ടിയാൽ മതി, ഒരു ഉത്തോലകം കിട്ടിയാൽ ഞാൻ ഭൂമിയെ മറിച്ചു തരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നമുക്ക് ടൂൾസുകൾ എന്തായാലും വേണം. അപ്പോഴേ ആത്മവിശ്വാസം വരുള്ളൂ. വെറുതെ നാളെ ഇന്ന് മുതൽ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ടൂൾസുകളും ഇത്തരം പറഞ്ഞ പല കാര്യങ്ങളും കൂടി ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ജീവിതയാത്രയിൽ ഈ ഒരു ബിസിനസ്സോട് കൂടി കൊണ്ടു നടക്കുമ്പോൾ ഇത് നമ്മൾ ജീവിതവും ഈ ബിസിനസ്സുമായിട്ട് മെർജ് ചെയ്ത് കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും അത് വിജയത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് നമുക്ക് എത്തും. കാരണം എന്താണ്? നമുക്ക് ഇവിടെ പല ലീഡേഴ്സിന്റെയും തെളിവുകളുണ്ട്. വെറും ശൂന്യതയിൽ എന്ന് പറയുന്നില്ലല്ലോ. ഒരുപാട് ലീഡേഴ്സ് ഇവിടെ നമ്മളെ ബെന്നി സാറ് മുതൽ അങ്ങോട്ടും ബെന്നി സാറിന് താഴെ ഇങ്ങോട്ടും മറ്റും ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് അച്ചീവ്മെന്റുകൾ നേടിയിട്ട് തെളിവുകളോട് കൂടി മുന്നോട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ പറയുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പുതിയ ആൾക്കാര് അതിലേക്ക് അത് കണ്ടുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ജീവിതത്തിലെ സൂക്ഷ്മത പാലിച്ചും എല്ലാം നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കത് വിജയിക്കാം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് മെമ്മറികളാണ്. മെമ്മറികൾ നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ എന്നും ഓർമ്മിപ്പിക്കുന്ന ഓരോ മെമ്മറികൾ കൂടി നൽകിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും.
കാരണം നമ്മൾ പ്രിയപ്പെട്ടവർക്ക് പലപ്പോഴും നമ്മൾ പലതും കൊടുക്കുന്നുണ്ടാവും. ഗിഫ്റ്റുകൾ കൊടുക്കും, പല മൊമെന്റ്സുകൾ കൊടുക്കും. അത് അവരുടെ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ മെമ്മറബിൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അത് ഒരു റിമാർക്കായിട്ട് എന്നും ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഗിഫ്റ്റിൻ്റെ അപ്പുറം ചില വാക്കുകൾ എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും ആ ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പല മീറ്റിങ്ങുകളിൽ ചില ലീഡർമാരുടെ ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ കൊള്ളും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വാക്കുകൾ കൊള്ളുമ്പോൾ നമ്മളൊന്ന് എഴുതി വെച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം നേടും. നമ്മുടെ GTS ഫസ്റ്റ് വേർഡാണ് ജീവിത വിജയത്തിലേക്കുള്ള സക്സസിലേക്കുള്ള പാത എന്നാണ് നമ്മുടെ GTS വിവരം. അതാണ് ജീവിത വിജയം എന്നുള്ളത്. ഓരോ വ്യക്തികളെയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത സാഹചര്യങ്ങൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പല വ്യത്യസ്ത മേഖലകളിൽ നിന്നുമുള്ള അവരാണ് നമ്മുടെ കൂടെ വരുന്നത്. അത് ചിലപ്പോൾ വിദ്യാഭ്യാസമുള്ളവരാവാം, ഇല്ലാത്തവരാവാം, സാമ്പത്തികം ഉള്ളവരാവാം, ഇല്ലാത്തവരാവാം, കറുത്തവനാവാം, വെളുത്തവനാവാം. അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ളവരെ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. അങ്ങനെ കഴിവ് ആർജിച്ചവരാണ് നമ്മൾ ഇവിടെയുള്ള എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നമ്മളാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്മാർ നമ്മൾ തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ കീഴിൽ പലരും പല തരത്തിലുള്ളവരും വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഒത്തൊരുമയോടെയാണ് കൊണ്ടു നടക്കുന്നത്. അത് ചിലവരെ നമ്മൾ ശാസിക്കുവാൻ വേണ്ടി ചിലവരോട് പറയും, ചിലവരോട് അതിനനുസരിച്ച് ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ സ്ഥാനങ്ങളെ, അവരുടെ ചിന്തകളെ, അവരുടെ പ്രവൃത്തികളെ ബഹുമാനിച്ചുകൊണ്ട് റിപ്ലൈ കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നമ്മുടെ അസോസിയേറ്റ്സും ലീഡേഴ്സും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ മനോഹരമായ ബിസിനസ് അവസരം നമുക്ക് കാണിച്ച് വരച്ച് തന്നിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു ലോകത്തെ എവിടെയും കാണില്ല. കാരണം നമ്മളിപ്പോ ഞാനൊരു ഫീൽഡിലാണെങ്കിൽ എന്നോടനുബന്ധിച്ചുള്ള എന്റെ അത്ര പഠിച്ച അല്ലെങ്കിൽ അതേ ഫീൽഡിൽ പഠിച്ചവരാണ് എന്നോടൊപ്പം ഉണ്ടാവുക. അപ്പൊ ഞാൻ എന്തൊരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. അപ്പോൾ അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ റിപ്ലൈ കൊടുത്ത് സംസാരിച്ച് നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വലിയ വിജയങ്ങൾക്ക് നമ്മളെ തേടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.